What an amazing song to begin this series with. ഈ പരമ്പര തുടങ്ങാനായിട്ട് എത്രയോ മനോഹരമായ ഒരു ഗാനത്തിലാണ് ആരംഭിക്കാനിടയായത്. ഇതെന്തൊരു ഭാഗ്യം യേശു നാഥന്റെ കൂടെ ജീവിക്കാൻ. റൈറ്റ്, ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്ന് ഞാൻ. So it's always a privilege for children of God to begin the journey of faith with Christ. യേശുക്രിസ്തുവിനോടൊപ്പം വിശ്വാസത്തിന്റെ യാത്ര തുടരുന്നത് എത്രയോ ഭാഗ്യകരമായ അവസ്ഥയാണ്. And it's always a responsibility to be accountable with the Lord. മാത്രമല്ല ദൈവത്തോട് ബാധ്യതയുള്ളവരായിട്ടിരിക്കുക എന്ന് പറയുന്നതും ഒരു ഉത്തരവാദിത്വമാണ്. We have completed a very, very serious series in past couple of months. നമ്മള് ഗൗരവമുള്ള പല സീരീസുകൾ കഴിഞ്ഞ 2 മാസമായിട്ട് പരമ്പരകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, ബൈബിൾ ക്ലാസ് പരമ്പരകളിലൂടെ. Babu uncle started with a very simple way but ended up in a very bit thoughtful way. ബാബു സാറിന് വളരെ സിമ്പിളായിട്ടുള്ള വിഷയമായിട്ടാണ് തുടങ്ങിയതെങ്കിലും വളരെ ആഴമായിട്ട് ചിന്തിക്കത്തക്ക വിധത്തിലുള്ള ഒരു പരമ്പരയായിട്ടാണ് അവസാനിച്ചത്. And of course we also had Satyan uncle continue that series. മാത്രമല്ല അതിനിടയ്ക്ക് സത്യൻ സാറിന് തന്റെ പരമ്പരയും തുടരാനിടയായി. And last was something thought provoking in every sense. അവസാനത്തെ പരമ്പരയും നമ്മുടെ ചിന്തകളെ ഉദ്വേദിപ്പിക്കുന്നതായിരുന്നു. And we have so much of learning with the last soteriology with apologetics as we learned. കഴിഞ്ഞ പരമ്പരയിലെ രക്ഷാശാസ്ത്രത്തെ കുറിച്ച് ഒരു അപ്പോളജറ്റിക് രീതിയിലുള്ള പഠനം നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ചു കാണും. So I don't want to take all those to the next level, rather I want to simplify. കഴിഞ്ഞതിനെയൊക്കെ അടുത്ത തലത്തിലേക്ക് ഉയർത്താനല്ല ഞാൻ ശ്രമിക്കുന്നത്, കൂടുതൽ ലളിതവൽക്കരിക്കുവാനായിട്ടാണ്. So let us have a small break, I can say, with our thought process, right? നമ്മുടെ ചിന്തയുടെ അധ്വാനത്തില് ഒരു ചെറിയ ഇടവേള ആയിരിക്കട്ടല്ലേ. So let's start a series which I have named it as a journey from faith to great faith. വിശ്വാസത്തിൽ നിന്ന് ഉന്നതമായ വിശ്വാസത്തിലേക്കുള്ള യാത്ര എന്നാണ് ഈ പരമ്പരയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. We all are having a faith in our Savior. നമുക്ക് എല്ലാവർക്കും ഒരു രക്ഷിതാവിലുള്ള വിശ്വാസമുള്ളവരാണ്. Yes, അല്ലേ? Yes, we do have. അതെ. But do you think this is something where God wants us to be at? എന്നാൽ ഈ ഒരു അവസ്ഥയിൽ തന്നെ തുടരണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? Quite often we think that, I do have a faith on my Savior, and I'm walking and living and I'm continuing, I'm being faithful, so on and so forth. നമ്മൾ പലപ്പോഴും നമ്മളെ കുറിച്ച് ഒരു രക്ഷിതാവിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഞാനവിടെ നിലനിൽക്കുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പല രീതികളിൽ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കാറുണ്ട്. But God does not want us to be comfortable at the place as far as our faith is concerned. എന്നാൽ വിശ്വാസത്തെ സംബന്ധിച്ച നമ്മുടെ നിലയിൽ തന്നെ നമ്മൾ നിലനിൽക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. He wants us to grow. നമ്മൾ വളരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Rather, it's a journey in one sense. ഒരർത്ഥത്തില് അതൊരു യാത്ര തന്നെയാണ്. That you start from faith and then grow to something called great faith. അത് വിശ്വാസത്തിൽ ആരംഭിച്ച് വിലയേറിയ വിശ്വാസത്തിൽ എത്തിപ്പെടുന്ന ഒരു യാത്രയാണ്. I'll show you 2 examples on which Jesus Christ was specifically commenting on their faith. 2 സമയങ്ങളില് യേശുക്രിസ്തു 2 പേരുടെ വിശ്വാസത്തെക്കുറിച്ച് പ്രശംസിച്ചു പറയുന്ന ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. One we will see in Matthew 5. Matthew 8. നമ്മൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്നു. Verse 10. 10-ാമത്തെ വാക്യം. This is in regard to the centurion. അത് ഒരു ശതാധിപനെ സംബന്ധിച്ച കാര്യമാണ്. Yeah. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു.
പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. Remember, this centurion was not Jew. ഓർക്കുക, ഈ ശതാധിപൻ ഒരു യഹൂദനല്ല. He was one of the officer of Gentile kind. അവന് വിജാതീയ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. But there he is putting his faith on Lord Jesus Christ, saying that you don't have to come even to my place to heal my servant, rather just to speak a word. എന്നാൽ അവന് യേശുക്രിസ്തുവിൽ വിശ്വാസം ഇട്ടുകൊണ്ട് പറയുകയാണ്, അങ്ങ് എന്റെ ഭവനത്തിലേക്ക് വരണമെന്ന് പോലുമില്ല, ഈ നിൽക്കുന്നിടത്ത് തന്നെ നിന്ന് ഒരു ഉത്തരവിട്ടാൽ എന്റെ കുഞ്ഞിന് സൗഖ്യം വരും എന്ന്. I am a man of power. അവന് അധികാരസ്ഥനാണ്. So his words had a sense in authority in that sense. അതെ, ആ അർത്ഥത്തില് ആ ശതാധിപന്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു. So he knew Jesus Christ, if says a statement, it will be done so. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു ഒരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ നടക്കും എന്ന് അവനറിയാമായിരുന്നു. That was a faith this centurion had. അതായിരുന്നു ഈ ശതാധിപൻ ഉണ്ടായിരുന്ന വിശ്വാസം. He did not have any kind of a polished or I do not know. I mean, what was a comparison Jesus Christ was making there, connecting his faith with the people around him. യേശുക്രിസ്തു എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് ചുറ്റുമുള്ളവരുമായിട്ട് അവന്റെ വിശ്വാസത്തെ താരതമ്യം ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. But I know one thing. എന്നാൽ ഒരു കാര്യം അറിയാം, he was commenting his faith with an extent to show the people around him, including the disciples who had a faith on Jesus Christ, which was loud enough to understand this. യേശുക്രിസ്തു തന്റെ ചുറ്റുമുള്ളവരുടെ വിശ്വാസവുമായിട്ടും പ്രത്യേകിച്ച് തന്നിൽ വിശ്വസിച്ച തന്റെ ശിഷ്യന്മാരുമായിട്ട് താരതമ്യപ്പെടുത്തി പറയുകയാണ്, that I have not seen greater faith like this in entire Israel. ഇസ്രയേലിൽ മുഴുവനും ഞാൻ ഇതിൽ വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന്. So this is one of an example. ഇത് ഒരു ഉദാഹരണമാണ്. This is not a study. ഇത് നമ്മുടെ പഠനമല്ല. But we will be going to a study in a detail, that is in Matthew chapter 15. നമ്മൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് വിശദമായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. Matthew 15 verses 21 up to 29. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങൾ. This is a story of a Canaanite woman. ഇവിടെ ഒരു കനാന്യ സ്ത്രീയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. A woman who had a great need. വലിയ ആവശ്യമുണ്ടായിരുന്ന ഒരു കനാന്യ സ്ത്രീ. So in order to have a great faith, you need to have a great need. നമുക്ക് ഒരു വലിയ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഒരു വലിയ ആവശ്യവും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. And in order to have great need, you need to have a great urge for that. നമുക്ക് ഒരു വലിയ ആവശ്യബോധം ഉണ്ടായിരിക്കണമെങ്കിൽ അതിനായിട്ടുള്ള വലിയൊരു ആഗ്രഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. And that is how the whole process go. അങ്ങനെയാണ് ഈ പ്രക്രിയ മുഴുവൻ മുന്നോട്ട് പോകുന്നത്. Here Lord Jesus is specifically, directly, speaking aloud, commenting her faith. ഇവിടെ യേശുക്രിസ്തു വളരെ ഉറച്ചു തന്നെ അവളുടെ വിശ്വാസത്തെ പ്രശംസിച്ചുകൊണ്ട് അവര് കേൾക്ക പറയുന്നതാണ് നമ്മൾ കാണുന്നത്. 28-ാമത്തെ വാക്യം വായിക്കാം. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. Who was this lady? ആരായിരുന്നു ഈ സ്ത്രീ? Jew? യഹൂദ സ്ത്രീയാണോ? അല്ല. She was a non-Jew woman. അവള് യഹൂദ അല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. She was a woman who was called Canaanite by Matthew, Syrophoenician by Mark. She was outside the covenant community. അവളെ കനാന്യ സ്ത്രീ എന്ന് മത്തായി പറയുന്നുവെങ്കിൽ മർക്കോസ് സുറഫൊയ്നിക്കക്കാരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വിജാതീയ ഗണത്തിൽപ്പെടുന്ന ഒരു സ്ത്രീ. So what does this mean? എന്താണ് അതിന്റെ അർത്ഥം? Faith and great faith. വിശ്വാസവും വിലയേറിയ വിശ്വാസവും. Did Jesus simply said this statement? യേശുക്രിസ്തു ഇങ്ങനെ ലളിതമായിട്ട് ഒരു പ്രസ്താവന നടത്തുകയായിരുന്നോ? Do you think the statements of the Lord can be taken it lightly by any means? നമുക്ക് ഏതെങ്കിലും അർത്ഥത്തില് യേശുക്രിസ്തുവിന്റെ പ്രസ്താവനകള് ലഘുവായിട്ട് എടുക്കാൻ കഴിയുമോ? No.
ഇല്ല. Each statement of the Lord has potential implication in every sense. യേശുക്രിസ്തുവിന്റെ ഓരോ പ്രസ്താവനയ്ക്കും അതിൻ്റെതായ ഘനമുണ്ട്. And that has intensity where we have been given these things by the guidance of the Holy Spirit in order to relate ourselves with those statements. ഈ ഘനമേറിയ കാര്യങ്ങള് പരിശുദ്ധാത്മ പ്രേരണയാൽ നമുക്ക് നൽകിയിരിക്കുന്നത് അതുമായി നമ്മള് ബന്ധിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ്. So this is the one of the text which I want to base upon. ഇതാണ് ഞാൻ ഈ പരമ്പരയുടെ അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം. So this would be covering, we will be covering 4 of the session from this. ഇന്ന് തൊട്ട് 4 സെഷനുകളാണ് വരുന്നത്. Today would be just an introductory dose. ഇന്ന് ഒരു ആമുഖമായിട്ട് ഉള്ള ഭാഗമാണുള്ളത്. We will build upon the whole of our study today. ഇന്ന് വരാനുള്ള പഠനത്തിന്റെ അടിസ്ഥാനം നമ്മൾ ഇടുന്നതാണ്. And on that base we will build the next 3 sessions together. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അടുത്ത 3 ക്ലാസ്സുകളും ക്രമീകരിക്കുന്നത്. My objective would be that we may able to love our Lord a step further. നമ്മൾ നമ്മുടെ കർത്താവിനെ ഒരു പടിയും കൂടെ മുന്നോട്ട് പോയി സ്നേഹിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. I always make this statement. ഞാൻ സാധാരണ ഇങ്ങനെ ഒരു പ്രസ്താവന പറയാറുണ്ട്. Jesus Christ should not merely be the persons to study. യേശുക്രിസ്തു പഠനവിധേയനായ ഒരു വ്യക്തി മാത്രമായിരിക്കാൻ പാടില്ല. Jesus Christ should become the person to be loved. നമ്മൾ സ്നേഹിക്കുന്ന സ്നേഹപാത്രമായി യേശുക്രിസ്തു മാറണം. The more you understand him, the more you should be inclined to love him. കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുന്തോറും കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാകണം. Because he's worth loving. He's worth loving. അവനെ സ്നേഹിക്കാൻ യോഗ്യനാണ്. And that is what the objective, the ultimate objective of this study today. അതുകൊണ്ട് ഇന്നത്തെ പഠനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അതാണ്. So today we will just see some introductory part from the study. ഇന്ന് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. Now, building upon the whole thing, as I said, ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ മുകളില് എല്ലാ കാര്യങ്ങളും കെട്ടിപ്പൊക്കി വരുമ്പോഴ് journey is from faith to great faith. അതായത് വിശ്വാസത്തിൽ നിന്ന് വിലയേറിയ വിശ്വാസത്തിലേക്കുള്ള യാത്ര. All right, let's try to understand what is this faith is all about. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് വിശ്വാസം എന്നാൽ എന്താണ് എന്നുള്ളത് വിശകലനം ചെയ്യാം. We brethren have a very good pattern of defining faith with a theological way. ദൈവശാസ്ത്രപരമായിട്ട് നമുക്കൊക്കെ ഒരു നല്ല അടിസ്ഥാനം വിശ്വാസം എന്ന വിഷയത്തിലുണ്ട്. I remember when I came to know the Lord and I was asking about the faith, and then one uncle came and he said, faith is nothing but Hebrews 11:1. ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന കാലത്ത് ഒരു അങ്കിൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം 11:1. Half of the thing flew above my head. അത് അല്പം എന്റെ തലയുടെ മുകളിൽ കൂടെ പോയി. So I always say faith is true. It is one of the best definition we have in 11:1. ശരിയാണ്. ആ ഭാഗത്ത് എബ്രായ ലേഖനം 11:1 വിശ്വാസത്തെ കുറിച്ചൊരു നല്ല ഒരു ഡെഫിനിഷൻ ഉണ്ട്. But there are certain words in English version which troubled me personally. എന്നാൽ ഈ എബ്രായ ലേഖനം 11:1 അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അതിൽ ചില വാക്കുകൾ എനിക്ക് അല്പം ബുദ്ധിമുട്ട് തന്നവയായിട്ടുണ്ട്. No, not in 11:1. Regarding the faith, word faith. Okay. വിശ്വാസം എന്നുള്ള പദവുമായിട്ടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ സംബന്ധിച്ച് എനിക്ക് അല്പം ആശയക്കുഴപ്പം ഉണ്ടാകാം. There are 3 words specifically used in the Bible. വേദപുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് 3 പദങ്ങൾ ഉപയോഗിച്ച് കാണുന്നുണ്ട്. In English particularly, I do not know, in Malayalam it is same. ഇംഗ്ലീഷിൽ പ്രത്യേകിച്ചുണ്ട്, മലയാളത്തിൽ അങ്ങനെ ഇല്ല. There is one word called believe. ഒന്നാമത്തേത് ധാരണ. അത് ഇംഗ്ലീഷിലാണെങ്കിൽ വിശ്വാസത്തിന് തന്നെ ഉപയോഗിക്കുന്ന പദമാണ്. എന്നാൽ ഈ പരമ്പരയിൽ ധാരണ എന്നുള്ള പദമായിരിക്കും, നിശ്ചയം എന്നുള്ള പദമായിരിക്കും ബിലീഫിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്നാമത്തേത് ധാരണ. God so loved the world that he gave his begotten son, whosoever believes in him shall not have
what? Shall not perish but have an eternal life. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. Believe, whosoever believes on him. അവനിൽ വിശ്വസിക്കുന്നവൻ, അല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് ഒരു ശരിയായ ധാരണയുള്ളവർക്ക്. Are you able to follow me? മനസ്സിലാകുന്നുണ്ടോ? So there is one word in English called believe. ബിലീഫ് അഥവാ ധാരണ എന്നൊരു പദം ഇംഗ്ലീഷിലുണ്ട്. There is another word called trust. ആശ്രയം എന്ന് മറ്റൊരു വാക്കുണ്ട്. Trust on God. ദൈവത്തിൽ ആശ്രയിക്കുക. Quite often we hear this, right? Pardon? Quite often we hear this. നമ്മൾ സാധാരണ കേൾക്കാറുള്ള പദമല്ലേ? Believe, it sounds as if both have the similar meaning. കേൾക്കുമ്പോൾ നമുക്ക് വളരെ സാമ്യമുള്ള അർത്ഥമാണെന്ന് തോന്നും. But it all has different meaning in itself. എന്നാൽ ആ പദങ്ങൾക്ക് ഓരോന്നിനും അവയുടേതായ പ്രത്യേക അർത്ഥവുമുണ്ട്. So believe in one side. ഒന്ന്, ഒരു നല്ല ധാരണ ഉണ്ടായിരിക്കുക. Second, trust. രണ്ടാമത് ആശ്രയിക്കുക. And third is faith. മൂന്നാമത്തേത് വിശ്വാസം. Are you able to get me? ഞാൻ പറയുന്നത് പിന്തുടരാൻ പറ്റുന്നുണ്ടോ? All three have similar connotation. ഈ മൂന്നിനും സാമ്യമുള്ള അർത്ഥവ്യാപ്തികളുണ്ട്. But remember, all three have different connotations, different meanings together. അതേസമയം തന്നെ അവയ്ക്ക് സാന്ദർഭികമായിട്ട് വ്യത്യസ്തമായ അർത്ഥങ്ങളുമുണ്ട്. Okay, what does mean? What does this mean? എന്താണ് അതിന്റെ അർത്ഥം? I'll give you an example. ഞാനൊരു ഉദാഹരണം തരാം. Imagine I am driving a car. ഞാൻ ഒരു കാർ ഓടിക്കുകയാണെന്ന് സങ്കല്പിക്കുക. I have a bridge to cross. ഒരു പാലം കടക്കേണ്ടതുണ്ടെന്നും വിചാരിക്കുക. Which one will work at the first place? ഒന്നാമത്തെ അവസരത്തില് ഇതിലേതാണ് എന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത്? Believe, trust or faith? ധാരണ, ആശ്രയം അതോ വിശ്വാസം? If I am just driving the car, if I get the bridge on the way, I will believe that it will take me to the other side. ഒന്നാം സ്ഥാനത്തായിട്ട് ഞാൻ ഒരു റോഡ് യാത്ര ചെയ്യുമ്പോൾ ഒരു പാലം കാണുകയാണെങ്കിൽ ഈ പാലം എന്നെ അങ്ങേ തീരത്തെത്തിക്കുമെന്നുള്ള ധാരണ അല്ലെങ്കിൽ നിശ്ചയം എനിക്കുണ്ടാകണം. Are you able to follow me? That is the meaning of belief. അതാണ് ധാരണ അല്ലെങ്കിൽ നിശ്ചയം എന്നുള്ളതിന്റെ അർത്ഥം. That bridge will carry the weight of my car, which bridge will carry all the weight and take me to the other side. ആ പാലം എന്റെ കാറിന്റെ ഭാരം താങ്ങാൻ കഴിവുള്ളതാണ്, എന്നെ അങ്ങേ തലയ്ക്കൽ എത്തിക്കും എന്നുള്ള ധാരണ. Now, if I just cross with that belief and travel further and cross the other side, and when I reach there, there is something called belief have turned into something called trust. എന്നാൽ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ, നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ പാലം കടന്ന് അപ്പുറത്തെത്തുമ്പോൾ ആ ധാരണ ഒരു വിശ്വാസമായി വളർന്നു കഴിഞ്ഞിരിക്കും. Trust is always comes with an evidence. ആശ്രയം എന്ന് പറയുന്നത് തെളിവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ബോധ്യം വരുന്ന കാര്യമാണ്. Are you able to follow me? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Belief is something where which I just believe it with the rational thinking, with my logics, with my intellect, what can happen before me. ഈ വിശ്വസിക്കുക എന്നുള്ള ആദ്യ പദം അല്ലെങ്കിൽ ധാരണ, നിശ്ചയം എന്നുള്ള പദത്തിന്റെ അർത്ഥം ഞാൻ എന്റെ യുക്തി ചിന്തയിൽ ചിന്തിക്കുമ്പോൾ മിക്കവാറും അങ്ങെത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പാലം എന്നുള്ള ബോധ്യത്തിലേക്ക് വരുന്നതാണ്. But when I experience and cross the bridge, my belief has become a trust. എന്നാൽ ഞാൻ ആ പാലം ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ കടന്നു കഴിയുമ്പോൾ അത് വിശ്വാസമായി പരിണമിച്ചിരിക്കും. Are you able to follow me? Because I have a solid evidence that it can take me through. ഇപ്പോഴ് എനിക്കൊരു നല്ല തെളിവുണ്ട് ഈ പാലത്തിന് എന്റെ കാറിനെ വഹിക്കാനുള്ള കഴിവുണ്ട് എന്ന്. All right? ശരിയാ? Are you able to follow me? Okay, thus far. Now, next step is faith. അടുത്ത സ്റ്റെപ്പാണ് വിശ്വാസം. Faith is the continuation of these two together.
ഈ രണ്ടിന്റെയും ഒരു തുടർച്ചയാണ് വിശ്വാസം. If I keep traveling that road, crossing the bridge day after day, day after day, day after day, I am growing in my faith. I am growing and I am blindly, believing and trusting that this is going to take me through. ഞാൻ ആ പാലം പല ദിവസം കടന്നു കഴിയുമ്പോൾ എനിക്കൊരു ഉറച്ച വിശ്വാസമാകും, യെസ്, എനിക്ക് ഈ പാലം കടക്കാൻ കഴിയുന്ന ഒരു കാറിൽ കടക്കാൻ കഴിയുന്നത് ഒന്നാണ്. Faith. Can you repeat it once again? I think that there is a confusion in translation. Okay. Faith will be one which will be taking, which will be the addition of belief and trust together continuously, which is happening. No, right from the beginning, belief onwards. From belief onwards. Okay. Belief is the one where I am crossing the bridge. എനിക്ക് ആ നിശ്ചയം അല്ലെങ്കിൽ ധാരണ എന്ന് പറയുന്നത് ഞാൻ ആ പാലം കടക്കുന്നതിനും തൊട്ടു മുമ്പുള്ള അവസ്ഥയാണ്. Once I cross the bridge, I have experienced the evidence that I have crossed. I have this bridge has taken my weight. It has carried me through. So I have developed that trust on the bridge. ഞാൻ പാലം കടന്നു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഈ പാലത്തിന് എന്നെ വഹിക്കാൻ കഴിയുമെന്ന്. ആ ഒരു തെളിവ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനെ ആശ്രയം, ട്രസ്റ്റ് എന്ന് വിളിക്കും. Clear thus far? Yeah. Now, if I do this journey day by day, day by day, day by day, there would come a situation where I will grow not only in belief and trust, but I will also grow a stage further called faith, where I don't have to again standing before the bridge with my vehicle whether I should be crossing or not. ഞാൻ കുറെ ദിവസം ആവർത്തിച്ച് ഈ പാലം കടന്നു കഴിയുമ്പോൾ എന്റെ ധാരണ അല്ലെങ്കിൽ നിശ്ചയം മാത്രമല്ല, എന്റെ അതിലുള്ള ആശ്രയത്വവും മാത്രമല്ല, എനിക്ക് വലിയൊരു ശക്തമായ വിശ്വാസം എന്നിൽ വികസിച്ചു കഴിഞ്ഞിരിക്കും. So that will be the combination of belief and trust together on multiple times. ആ വിശ്വാസം എന്നതില് എന്റെ ധാരണയും അതുപോലെ ആശ്രയവും രണ്ടും ഒരുമിച്ച് അടങ്ങിയിരിക്കുന്നു. അത് കൂടുതൽ വികാസിതമായിട്ടുള്ള അവസ്ഥയാണ്. Clear? വ്യക്തമായി. I'll give you an example from the Bible. ബൈബിളിൽ നിന്ന് ഒരു ഉദാഹരണം തരാം. Let's understand about belief. നമുക്ക് ധാരണ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. John chapter 20. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. Please read verse 24 if I'm not wrong. യോഹന്നാന്റെ സുവിശേഷം 20:24. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആ ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. Understood? പിടികിട്ടിയോ? What is Thomas saying? എന്താ തോമസ് പറയുന്നേ? Unless I put my finger, unless I touch him, I will not believe. ഞാൻ അവനെ തൊടുക അല്ലെങ്കിൽ അവന്റെ ആണിപ്പഴുതിൽ വിരലിടുന്നത് വരെ ഞാൻ വിശ്വസിക്കത്തില്ല. So the belief is where he's standing just before touching the Lord. യേശുക്രിസ്തുവിനെ തൊടുന്നതിനു മുമ്പേ ഒരാളിൽ വരേണ്ട കാര്യമാണ് നിശ്ചയം അല്ലെങ്കിൽ ധാരണ എന്ന് പറയുന്നത്. But there comes Jesus. In verse 28. അവിടെയാണ് യേശുക്രിസ്തു വീണ്ടും പറയുന്നത് നമ്മൾ കാണുന്നത്. ആ 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. തോമസ് ഈസ് ടെല്ലിംഗ് ജീസസ്. Okay. തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. 29. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. Are you able to get this? You experience the scenario standing before the evidence. ആ തെളിവ് ലഭിക്കുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥയാണ് നമ്മൾ ഇവിടെ നിശ്ചയം എന്നുള്ള അർത്ഥത്തിൽ കാണുന്നത്. This is what is called belief. അതാണ് നിശ്ചയം അല്ലെങ്കിൽ ധാരണ. Now what is trust? എന്താണ് ആശ്രയം? Okay, come to Matthew chapter 14. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരാം. Matthew chapter 14, we see Peter walking on the water. അവിടെ പത്രോസ് കടലിന്മേൽ നടക്കുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട്.
27. മത്തായിയുടെ സുവിശേഷം 14:27 വാക്യം. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. Next verse. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. Okay, you have seen the response of Peter. He says, Lord, if that's you, allow me to come to you. കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുവാൻ കൽപ്പിക്കണമേ എന്ന് പറയുന്ന പത്രോസിന്റെ പ്രതികരണം നാം ഇവിടെ കാണുന്നു. Okay, as soon as Lord says, yeah, come. ഉടനെ തന്നെ കർത്താവ് പറയുക, വരിക. You see the response of Peter. What does he do? നമ്മള് പത്രോസിന്റെ പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. അവൻ എന്താണ് ചെയ്യുന്നത്? എന്നാൽ 30 വാക്യം, 29 വാക്യം, വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. Okay, ശരി. are you able to get the moment Lord says come, he believes on the statement of the Lord, and immediately he jumps on the water. യേശുക്രിസ്തു വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് യേശുക്രിസ്തുവിൽ ഈ കാര്യത്തിൽ വിശ്വസിക്കുകയും അവൻ വെള്ളത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുകയുമാണ്. The moment he believes, he's trusting that yes, this is the Lord, I can stand on the water as he is standing on the water. യേശുക്രിസ്തുവിൽ അവന് വിശ്വാസം വരുന്ന സമയത്ത് തന്നെ അവനിൽ ആശ്രയവും ഉടലെടുക്കുകയാണ്. അവൻ ഉടനെ ഇറങ്ങി വെള്ളത്തിന്മേൽ നടക്കാൻ He confirmed that that's the Lord. He confirmed that Lord has told him to come. The moment he has got that evidence with him, he trusted on the statement. He jumped out on the water. യേശുക്രിസ്തു വരിക എന്ന് പറഞ്ഞു എന്നവന് ബോധ്യമായ സമയത്ത് തന്നെ അവനൊരു തെളിവ് കിട്ടി. ഇതാ അവൻ വെള്ളത്തിന്മേൽ നടക്കാൻ ഒരുങ്ങുകയാണ്. Understood? കിട്ടിയോ? Belief and trust. നിശ്ചയവും ആശ്രയവും. Now, what is faith? എന്താണ് വിശ്വാസം? Vishwasam is faith is the combination of continuous belief and trust coming together on multiple situations. പല സാഹചര്യത്തില് ധാരണയും അല്ലെങ്കിൽ നിശ്ചയവും ആശ്രയവും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് വിശ്വാസം. Okay, I'll show you that. അത് വചനത്തിൽ നിന്ന് കണ്ടുപിടിക്കാം. Genesis chapter 12. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. Please read 1 to 4. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ This is വായിക്കാം. one of the most famous and simple example to understand about faith. ഇത് വിശ്വാസത്തെക്കുറിച്ച് വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഭാഗമാണ്. From the life of Abraham. അബ്രഹാമിന്റെ ചരിത്രത്തിൽ നിന്ന് യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശക്കാരെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. When Lord is telling Abraham statements after statement, promises after promises, one, there was a belief. Second, he's hearing Lord. Two things together, and he is jumping out to go and travel to Canaan. നമ്മളിവിടെ അബ്രഹാമിനോട് ദൈവം ആവർത്തിച്ച് പല വാഗ്ദത്തങ്ങളും നൽകുന്നത് കാണുന്നു. അത് അവനില് നിശ്ചയം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ധാരണ വളർത്തുന്നു. അതവനിൽ ആശ്രയത്വം ഉണ്ടാക്കുന്നു. ഇതാ അവൻ ഉടൻ തന്നെ ചാടി പുറപ്പെടുകയാണ് അറിയാത്ത ദേശത്തേക്ക്. But tell me whether he is, does Lord give him any road map, Google map or destination or any sort of location, how long you have to travel, how many days you have to travel? Do you think anything of that sort which God is giving him? ദൈവം ഈ ഭാഗത്ത് അവന് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എത്ര ദൂരം പോകണം, ഇങ്ങനെയുള്ള എന്തെങ്കിലും ആശയം കൊടുക്കുന്നതായിട്ട് കാണുന്നുവോ? അല്ല ഇന്നത്തെ ഗൂഗിൾ മാപ്പ് പോലുള്ള എന്തെങ്കിലും സഹായങ്ങള് സ്ഥലം കണ്ടുപിടിക്കാൻ അവന് കൊടുക്കുന്നുണ്ടോ? No. ഇല്ല. But only one thing Abraham has is he has a faith on one who has called him. എന്നാൽ ആകെ അബ്രഹാമിനുണ്ടായിരുന്നത് തന്നെ വിളിച്ചവനിലുള്ള വിശ്വാസം മാത്രം. He believed on him.
അബ്രഹാമിന് ഒരു നല്ല ധാരണ അല്ലെങ്കിൽ നിശ്ചയമുള്ളവനായിരുന്നു. Abraham believed on God as he was continuously speaking to him, giving him the evidence. ദൈവം വീണ്ടും വീണ്ടും അവനോട് സംസാരിക്കുന്നതിൽ നിന്ന് ഈ ദൈവമാണ് തന്നോട് സംസാരിക്കുന്നെന്നുള്ളതിന്റെ തെളിവ് അവൻ ആവശ്യത്തിന് കിട്ടി. And he was consistently enjoying that trust and belief time and again, and that grew as into faith in his life. അവന് തുടർമാനമായിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള അല്ലെ ദൈവത്തെക്കുറിച്ചുള്ള നിശ്ചയം തുടർന്നും ലഭിച്ചുകൊണ്ടേയിരുന്നു. അതവനില് വലിയ ആശ്രയത്വം ഉണ്ടാക്കി. അതിലുപരിയായിട്ട് കാലക്രമത്തിൽ അത് അവനിൽ വിശ്വാസമായി പരിണമിച്ചു. And that is what Hebrew writer says in 11 verse 8. അതാണ് എബ്രായ ലേഖനം 11:8 എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. എബ്രായ ലേഖനം 11:8 വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശിയായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. He had absolutely no idea where was he going. അവൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് യാതൊരു ധാരണയോ അവനില്ലായിരുന്നു. But he just depended on the one who called him. എന്നാൽ തന്നെ വിളിച്ചവനില് സമ്പൂർണമായും ആശ്രയിച്ച് അവൻ പുറപ്പെടുകയാണ്. His belief, his trust was consistently on him that he is not going to fail him. അവന്റെ ദൈവത്തെക്കുറിച്ചുള്ള ആ നിശ്ചയവും ദൈവത്തിലുള്ള ആശ്രയത്വവും ഒക്കെ ആവർത്തിച്ച് അവന് വളർന്നു വന്നതുകൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിച്ച് അവൻ പുറപ്പെടുക. Are you able to follow me now? ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? Are you able to distinguish between belief, trust and faith? ഈ മൂന്ന് പദങ്ങൾ തമ്മിൽ വ്യത്യസ്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നിശ്ചയം, ആശ്രയം, വിശ്വാസം. You just rely on him who has called you. നമ്മളെ വിളിച്ചവനിൽ അങ്ങ് സമ്പൂർണമായി സമർപ്പിച്ച് മുന്നോട്ട് പോവുക. You do not know where he is going to take you. അവൻ എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നൊന്നും അറിയത്തില്ല. You do not know whether he will be keeping you safe tomorrow. നാളെ ഭദ്രമായി സൂക്ഷിക്കുമോ എന്നതിനെ കുറിച്ചും നിശ്ചയമില്ല. But I know one thing. എന്നാൽ ഒരു കാര്യം അറിയാം, that I will be happy with him. ഞാൻ അവനോടൊപ്പം സന്തുഷ്ടനായി തന്നെ ഇരിക്കും. That is what the song was, right? അത് തന്നെയാണല്ലോ അവിടെ നമ്മൾ കാണുന്നത്. No, that is what the song we have sung. നമ്മൾ പാടിയ പാട്ടിലും അത് തന്നെയാണല്ലോ കണ്ടത്. What was the words? എന്തായിരുന്നു വാക്കുകള്? Yes. കരുത്തനാം അവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ. My beloved, the journey of Christian faith is exciting. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ യാത്ര ആവേശഭരിതമാണ്. Because you rely on one who has called you, relying in that extent, depending on that extent where he alone knows your future. നമ്മള് വിശ്വസിച്ച് ആശ്രയിച്ച് വളരെ സമ്പൂർണമായിട്ടും അഭയം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ആ വ്യക്തി നമ്മുടെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിവുള്ളവനാണ്. He will do the best for you. അവൻ ഏറ്റവും നല്ല കാര്യം തന്നെ ചെയ്യും. He will not let you down. അവൻ നമ്മളെ വിട്ടുകളയുകയില്ല. He will never leave you nor forsake you. നമ്മളെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. But he will be carrying you throughout in your life. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ്. And that is what he has called us for. അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. So I hope we are able to distinguish between these three words. ഈ മൂന്ന് പദങ്ങള് വ്യത്യസ്തമായിട്ട് വ്യവച്ഛേദിച്ച് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. My study is not on faith. ഈ ഇത്തവണത്തെ പഠനം വിശ്വാസത്തെ കുറിച്ചല്ല. My study is to grow from faith to great faith. മറിച്ച് എന്റെ വിഷയം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് വിലയേറിയ വിശ്വാസത്തിലേക്കുള്ള യാത്ര എന്നുള്ളതാണ്. I know we all have faith on the Lord. നമുക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൽ വിശ്വാസമുണ്ടെന്ന് എനിക്കറിയാം. I know we all have trusted him, experienced him in one or other way. നമ്മൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ നമ്മൾ അവനെ അനുഭവിച്ചറിയുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. We all have hundreds of stories to tell about the Lord and his leading in our life. നമ്മുടെ ജീവിതത്തിലെ വിവിധ തലങ്ങളിലെ
കർത്താവ് നമ്മളെ നടത്തിയിട്ടുള്ളതിനെ കുറിച്ച് നൂറുകണക്കിന് കഥകള് നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ട്. But my beloved, I know we all are faithful. We all are walking with the faith on the Lord. നമ്മളെല്ലാവരും വിശ്വസ്തരാണ്. നമ്മൾ വിശ്വാസത്തിൽ, ദൈവത്തിലുള്ള കർത്താവിലുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് എനിക്കറിയാം. But God is not content with our faith. എന്നാൽ അതിൽ മാത്രം ദൈവം സംതൃപ്തനാകുന്നവനല്ല. God wants us to grow from faith to great faith, നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വിലയേറിയ വിശ്വാസത്തിലേക്ക് വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. so that He can present you and me in this dark world as He presented these two Gentile people before those Jews. അങ്ങനെയാണെങ്കിൽ ഈ ചുറ്റുമുള്ള ജനതയ്ക്ക് മുന്നില് നമ്മളെ അവന് പ്രദർശിപ്പിക്കാൻ കഴിയും. നമ്മൾ മുമ്പേ വായിച്ച ആ രണ്ട് വിജാതീയരെ യഹൂദന്മാർക്ക് മുൻപിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ. How does this work? ഇതെങ്ങനെയാണ് പ്രവർത്തനക്ഷമം? And that would be our study in coming weeks. വരുന്ന ദിവസങ്ങളിൽ അതായിരിക്കും നമ്മുടെ പഠന വിഷയം. So we will be seeing from the passages from Matthew chapter 15, 21 to 28. നമ്മള് മത്തായിയുടെ സുവിശേഷം 15:21 തൊട്ട് 28 വരെയുള്ള ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നതായിരിക്കും. So we will just finish the introduction part, I think. 8:7. Yeah. He lost the trust. ചോദ്യം ഇതാണ്, പത്രോസ് മുങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോഴ് പത്രോസിന് എന്താണ് നഷ്ടമായത്? ആ ദൈവത്തിലുള്ള ആ വിശ്വാസമാണോ, അതോ ആശ്രയമാണോ, അതോ നിശ്ചയമാണോ? That is what Lord says. Oh little faith. That's what Lord is saying. അവിടെ ദൈവം യേശുക്രിസ്തു പത്രോസിനോട് ചോദിക്കുന്നത് അല്പവിശ്വാസിയെ എന്നാണ്. Basically it is the trust. വാസ്തവത്തില് അവന് നഷ്ടമായത് ആശ്രയം എന്നുള്ളതാണ്. He should have carried that statement throughout. അവന് ആ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തം അല്ലെങ്കിൽ കൽപ്പന അവൻ ആ യാത്രയിൽ മുഴുവൻ വിശ്വസിച്ച് അല്ലെങ്കിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണമായിരുന്നു. And this is not the story of Peter. We all have the similar problem. ഇത് പത്രോസിന്റെ മാത്രം കഥയല്ല, നമുക്കെല്ലാം ഈ പ്രശ്നമുള്ളവരാണ്. God promises us, we are 100% confident about the promise what we receive in our life. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച വാഗ്ദത്തങ്ങളെ കുറിച്ചല്ല 100% നമ്മൾ വിശ്വസിക്കുന്നവരാണ്. But after few days, few weeks, few months, it fades down. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ, ആഴ്ചകളൊക്കെ കഴിയുമ്പോൾ അതില് താഴ്ച വരുന്നു. Why? Because our trust on that statement, on that promise loses its intensity. അതിന്റെ കാരണം കർത്താവിന്റെ ആ വാഗ്ദത്തത്തിലുള്ള നമ്മുടെ ആശ്രയത്വത്തിന്റെ ശക്തി കുറഞ്ഞു വരുന്നു. Are you able to follow me? This is what happens. അതാണ് സംഭവിക്കുന്നത്. Okay, we'll go further. മുന്നോട്ട് പോകാമല്ലോ. All right. So first we will come to the 21 of Matthew 15. നമുക്ക് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് വരാം. What is the background of whole story? ഈ സംഭവത്തിന്റെ പശ്ചാത്തലം എന്താണ്? Lord is entering from Israel to the land of Gentiles. യേശുക്രിസ്തു യഹൂദ രാഷ്ട്രം വിട്ട് വിജാതീയ പ്രദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. He is entering in the valley of Tyre and Sidon. അവന് സോർ സീദോൻ എന്നുള്ള പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. Basically he is going out of the border of his country. ഇസ്രായേൽ രാജ്യത്തിന്റെ അതിർത്തി വിട്ടുപോവുകയാണ്. Sometimes we think that why is Lord doing this? ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അങ്ങനെ ചെയ്തത് എന്ന്. You read the previous incidences in the earlier chapter 15, you will find this Pharisees were chasing him. അതിന്റെ മുന്നത്തെ ഭാഗങ്ങളിലെ 15-ാം അധ്യായത്തില് നമ്മൾ വായിക്കുമ്പോൾ പരീശന്മാര് യേശുക്രിസ്തുവിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. That we think that just to get rid of these people he has crossed the border. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അതിർത്തി വിട്ട് ഓടിപ്പോയതാണ്. But it is not that. അങ്ങനെയൊന്നും അല്ല. That we will try to come at the fag end of it. അത് ഇതിന്റെ ഈ സംഭവത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. But Lord enters the Gentile land. ഇതാ ദൈവം ജാതികളുടെ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നു. And that to a place which is basically abandoned by God. ദൈവം ഉപേക്ഷിച്ചു കളഞ്ഞ ഒരു പ്രദേശത്തേക്കാണ് ഇതാ യേശുക്രിസ്തു പ്രവേശിക്കുന്നത്. Tyre and Sidon.
സോറും സീദോനും. I mean, read what does God say about these two cities. ഈ രണ്ട് പട്ടണങ്ങളെ കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? This is one of the most prominent cities, coastal cities of Mediterranean coastal area. ഇവ മെഡിറ്ററേനിയൻ കടലിന് തീരത്തുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് പട്ടണങ്ങളാണ്. And these cities were so rich, people were kind of full of wealth and comfort and all kind of sin. ഈ പട്ടണങ്ങള് വളരെ സമ്പൽ സമൃദ്ധമായിരുന്നു. അവിടുത്തെ നിവാസികള് വളരെ ധനികരായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പാപത്തിനും വളരെ ഒരുപാട് സ്വാധീനമുണ്ടായിരുന്നു. God calls these people, the city, as an arrogant city. അത് വളരെ ദൈവത്തോട് ധാർഷ്ട്യം കാണിക്കുന്ന പട്ടണമെന്ന് ദൈവം അവരെ വിളിക്കുന്നുണ്ട്. And the people, of course, it's not the city alone, it's the people of the city whom God is angry about. ദൈവം പട്ടണത്തിനെതിരെ മാത്രമല്ല, അവിടുത്തെ പ്രധാനമായിട്ടും അവിടുത്തെ ജനങ്ങൾക്കാണ് എതിരായിരിക്കുന്നത്. So God is so upset with these two cities. ഈ രണ്ട് പട്ടണങ്ങളെ സംബന്ധിച്ചും കർത്താവിന് വളരെ വളരെ സങ്കടമുള്ള പട്ടണങ്ങളാണ്. I mean, we'll read Isaiah chapter 23. നമുക്ക് വായിക്കാം യെശയ്യാവ് 23-ാം അധ്യായം. I think 1 and 2 will. It's so much to read, but we'll just read 1 and 2. യെശയ്യാവ് 23-ന്റെ 1-2 വാക്യങ്ങള്. സോരിനെ കുറിച്ചുള്ള പ്രവാചകം, തർശീസ് കപ്പലുകളെ മുറയിടുവിൻ, ഒരു വീടും ശേഷിക്കാതെ വണ്ണം പ്രവേശനം ഇല്ലാതെ വണ്ണം അത് ശൂന്യമായിരിക്കുന്നു. God does not like this city at all. ദൈവത്തിന് ഈ പട്ടണത്തെ ഇഷ്ടമേ അല്ല. You read the following verses and you will find God is literally cursing this city. ഈ പട്ടണത്തെ കർത്താവ് ശപിക്കുന്നതായിട്ട് പിന്നീടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. You can read this whole description in the following verses. അടുത്ത വാക്യങ്ങളിലെ ഇത് മുഴുവൻ നമുക്ക് വായിക്കാൻ കഴിയും. Okay, we'll also see about what does God tell through Ezekiel. എഹെസ്കേൽ പ്രവചനത്തില് ദൈവം എന്താണ് പറയുന്നത് നോക്കാം. Ezekiel chapter 28. 28-ാം അധ്യായം. Please read 11. 11-ാം വാക്യം. എഹെസ്കേൽ 28:11. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. So he's describing about all these blessing, and then God says that, I am going to punish you. ഈ സോർ രാജാവിന്റെ ഔന്നത്യത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഞാൻ നിന്നെ ശിക്ഷിക്കും എന്ന് പറയുന്നതാണ് നമ്മൾ വായിക്കുന്നത്. Same thing with Sidon. അതുപോലെ തന്നെ സീദോനെ കുറിച്ച് നമ്മൾ 21-ാം വാക്യം. നീ സീദോന് നേരെ മുഖം തിരിച്ച് ഇതിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു, സീദോനെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. I am against you, Sidon. അല്ലയോ സീദോനെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. I am going to destroy you. ഞാൻ നിന്നെ നശിപ്പിക്കാൻ. There would come a day your arrogant will all go off. നീ വളരെ ധാർഷ്ട്യമുള്ളവനാണ്, എന്നാൽ ഞാൻ സകലത്തെയും നശിപ്പിക്കും. This is what the attitude of God at that point. ഈ സമയത്ത് ദൈവത്തിന് അവരോടുള്ള മനോഭാവം ഇതായിരുന്നു. And Jewish people during the Jesus Christ time, they hated people at Tyre and Sidon. യേശുക്രിസ്തുവിന്റെ കാലത്ത് ഈ സീദോനിലെ സോറിലെ ആളുകളോട് യഹൂദന്മാർക്ക് വല്ലാത്ത വിരോധമായിരുന്നു. Because although they did not like the Gentiles, അവർക്ക് അല്ലെങ്കിലും ജാതികളെ ഇഷ്ടമല്ല. And on the top, these people, those who were from Tyre and Sidon, they had their own aversion about them. എന്നാൽ സോറിലെ സീദോനിലെ ആളുകളെ കുറിച്ച് ഒരു പ്രത്യേകിച്ചുള്ള വിരോധം ഈ ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നു. And there is Lord enters. ഇതാ ദൈവം അവിടേക്കാണ് പ്രവേശിക്കുന്നത്. Can you imagine? നമുക്ക് സങ്കല്പിക്കാൻ കഴിയും? That Lord goes without any purpose. ദൈവം ഒരു ഉദ്ദേശവും ഇല്ലാതാണോ അങ്ങോട്ടേക്ക് പോകുന്നത്? And Mark writes it beautifully. Mark chapter 7. മർക്കോസ് അത് വളരെ മനോഹരമായിട്ട് എഴുതുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 22. 22-ാം വാക്യം. അല്ല, 7:24. 31. Okay. അവൻ വീണ്ടും സോരിന്റെ അതിർത്തി വിട്ട് സീദോൻ വഴിയായി ദെക്കപ്പലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. No, not that. Just before that. Verse 28. I'm so sorry.
24. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട സീദോന്റെയും സോരിന്റെയും അതിർത്തി നാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുതെന്ന് ഇച്ഛിച്ചുവെങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. Mark writes it in a I do not know. He wants to portray Jesus Christ as he's so tired and wants to have a vacation moment. മർക്കോസ് എഴുതുന്ന വായിച്ചാൽ തോന്നും ഈ സോറിലും സീദോനിലും യേശുക്രിസ്തു ആയിരുന്നപ്പോഴ് ഒരു അവധി ചെലവഴിക്കാൻ അവിടെ പോയതാണെന്ന്. I mean, he's been tired of these Pharisees answering them. Those Pharisees were bugging day and day in and out, and Lord wanted to just have a vacation. ഈ ഫാരിസികളുടെ ഉപദ്രവം എല്ലാം കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിതനായിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴ് ഒരു അവധി ആഘോഷിച്ചു കളയാമെന്ന് കർത്താവ് ചിന്തിച്ചോ? No. ഇല്ല. Lord had his own ways, his own purpose. കർത്താവിന് അവന്റേതായ ഉദ്ദേശങ്ങളുണ്ട്, വഴികളുണ്ട്. And that is what he wanted to manifest in this portion. അതാണ് ഈ ഭാഗങ്ങളിലൂടെ കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത്. So, background of the city. ആ സിറ്റികളുടെ പട്ടണങ്ങളുടെ പശ്ചാത്തലം കണ്ടല്ലോ. Now, what about this woman? ഈ സ്ത്രീയെ കുറിച്ചോ? Background of this woman. ഈ സ്ത്രീയുടെ പശ്ചാത്തലം. What is this woman come to Jesus with? എന്തിനാണ് ഈ സ്ത്രീ കർത്താവിന്റെ അടുക്കലേക്ക് വന്നത്? How did she come? By the way, how did she come to know? She's in Tyre and Sidon. She's in the valley. How does she come to know about the Lord? അവള് സോറ സീദോൻ പ്രദേശങ്ങളിൽ പെട്ടവളാണ്. അവളെങ്ങനെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാനിടയായത്? Who is this lady? ആരാണ് ഈ സ്ത്രീ? She's a Canaanite one. അവള് കനാന്യ സ്ത്രീയാണ്. The most hated by Jews. യഹൂദന്മാർ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം. They literally, they will not even look at them. That is what they used to be. അവര് ഇവരുടെ മുഖത്ത് പോലും നോക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമാണ്. Because they abandoned these people. ഈ ജനങ്ങളെ അവര് അങ്ങ് തള്ളിക്കളഞ്ഞ ജനമാണ്. Because they were outside the covenant community. അവര് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് അല്ലെങ്കിൽ ഉടമ്പടിക്ക് പുറത്തുള്ള ജനങ്ങളാണ്. Yeah, that is what God also wanted them to do so. ദൈവവും അങ്ങനെ തന്നെ അവരെ കരുതണമെന്നാണ് ഇസ്രായേൽ മക്കളെ കുറിച്ച് ആഗ്രഹിച്ചത്. You read in chapter 16 of Deuteronomy. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിൽ 16, not 16, 20. ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 16 to 18. ആവർത്തന പുസ്തകം 20-ന്റെ 16 തൊട്ട് 18 വരെ. ആവർത്തനം 20-ന്റെ 16. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ജാതികളുടെ പട്ടണത്തിലോ ശ്വാസമുള്ള ഒന്നിനെയും ജീവനോടെ വയ്ക്കരുത്. ഹിത്യർ, അമോരിയർ, പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശവദാർപ്പിതമായി സംഹരിക്കണം. അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്തു പോരുന്ന സകല മ്ലേച്ഛതകളും ചെയ്യുവാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ. Yes, God wanted them all to be finished. അവരെ മുഴുവൻ നശിപ്പിച്ചു കളയണം ദൈവത്തിന് ആഗ്രഹം. Because God wanted these people should not influence the people of Israel. ദൈവ ജനമായ ഇസ്രായേലിനെ ഈ ജനങ്ങൾ സ്വാധീനിക്കരുതെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. And that is why these people were portrayed or represented as a people kind of thrown out of the city kind of a people. അതുകൊണ്ടാണ് അവരെ പട്ടണത്തിന് പുറത്തു കളഞ്ഞ ആളുകളെ പോലെ, ഭ്രഷ്ടരെ പോലെ ജനം കരുതിയത്. During the noon, I enjoy that portion whenever I read it. I laugh at it. When I read book of Nehemiah. നെഹമ്യാ പുസ്തകത്തിലെ ഒരു ഭാഗം വായിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് വളരെ രസകരമായി തോന്നാറുണ്ട്. During those days of Asalam, these people married Canaanite women. ആ കാലത്ത് അവരുടെ പ്രവാസ കാലത്ത് അവര് കനാന്യ സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നു. And Nehemiah was so angry. നെഹമ്യാവ് അതില് വളരെ രോഷാകുലനായി മാറി. Read Nehemiah chapter 13. നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. Can you read verse 10? 10-ാം വാക്യം വായിക്കാം. നെഹമ്യാവ് 13-ന്റെ 10. ലേവ്യർക്ക് ഉപജീവനം കൊടുക്കാകിയാൽ വേല ചെയ്യുന്ന അതായിരിക്കത്തില്ലല്ലോ. Nehemiah chapter 13 verse 10. 10 ആണ് വായിച്ചത്. 23. അക്കാലത്ത് അസ്തോദ്യരും അമ്മോന്യരും മോവാബ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു. അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദിയ ഭാഷ സംസാരിക്കാൻ അറിഞ്ഞില്ല. അവരെ ഞാൻ ശാസിച്ച് ശപിച്ച് അവരിൽ ചിലരെ അടിച്ച് അവരുടെ തലമുടി പറിച്ചു. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്കോ കൊടുക്കരുത്, അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കോ നിങ്ങൾക്കോ എടുക്കുകയും അരുതെന്ന് ആജ്ഞാപിച്ച് അവരെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചു. What is Nehemiah doing here actually? എന്താ നെഹമ്യാ ഇവിടെ ചെയ്യുന്നേ?
I mean, mudi pidichi, he's pulling the hair and അവരെ getting the, മുടിക്ക് പിടിച്ചു വലിക്കുക, he's plucking the hair out. അവരുടെ മുടി വലിച്ചു പറിച്ചു കളയുക. He's so angry. He's so angry. അത് നെഹമ്യാ വളരെ രോഷാകുലനാണ്. Because there cannot be any union between these two together. കാരണം ഇസ്രായേലിയരും കനാന്യരുമായിട്ട് ഒരു ബന്ധവും പറ്റത്തില്ല. They are the hated people. അവര് ദ്വേഷിക്കപ്പെടുന്ന ഒരു ജനമാണ് കനാന്യര്. Nehemiah, when he comes with the passion, he beats them, he hits them, he spanks them, he pulls their hand, he bangs them all together. നെഹമ്യാവിന്റെ ദേഷ്യത്തിന്റെ കൂടുതൽ കാരണം അവരെ തലമുടി വലിച്ചു പറിക്കുകയും അവരെ ചിലരെ അടിക്കുകയും ചിലരെ വിവിധ തരത്തില് പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. This kind of attitude Jewish people of children of Israel have for the people of Canaanite. ആ കാലത്ത് കനാന്യരോടുള്ള യഹൂദ ജനതയുടെ മനോഭാവത്തെയാണ് അത് കാണിക്കുന്നത്. And here is Jesus. എന്നാൽ ഇതാ യേശുക്രിസ്തു അവിടെ എത്തിയിരിക്കുന്നു. Commending a woman of Canaan tribe. മാത്രമല്ല കനാന്യയായ ഒരു സ്ത്രീയുടെ വിശ്വാസത്തെ യേശുക്രിസ്തു പ്രശംസിക്കുകയാണ്. What an amazing thing, isn't it? എന്തൊരു അത്ഭുതകരമായ കാര്യമാണ്. This is the background of this woman. ഈ സ്ത്രീയുടെ പശ്ചാത്തലം ഇതാണ്. If you read Matthew 15 again, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വീണ്ടും പോയാൽ, the disciple did not even want this woman to be in the near vicinity. ഈ സ്ത്രീ കർത്താവിന്റെ അടുത്തുപോലും വരരുതെന്ന് ശിഷ്യന്മാർ ആഗ്രഹിച്ചു. They averted this woman. ഈ സ്ത്രീയെ ഓടിച്ചു കളയാനായിട്ട് അവര് അക്ഷരീയമായിട്ട് തന്നെ ശ്രമിക്കുകയാണ്. Read verse 23. 23-ാം വാക്യം വായിക്കാം. മത്തായി 15:23. അവൻ അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവൻ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. This was the background of this woman, my beloved. ഈ സ്ത്രീയുടെ പശ്ചാത്തലം ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ. But this woman finds favor in the sight of the Lord. എന്നാൽ കർത്താവിന്റെ കണ്ണിൽ ഈ സ്ത്രീയെ സ്നേഹം കണ്ടെത്തുകയാണ്. How? എങ്ങനെയാണ്? That is what we are going to study in the coming weeks. അതാണ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാനായിട്ട്. So today I just wanted to deal on the background of the city, background of the woman. ഇന്ന് ആ പട്ടണത്തിന്റെയും ആ സ്ത്രീയുടെയും ഒക്കെ പശ്ചാത്തലത്തെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. And I also wanted to just show you why did Lord come there? എന്തുകൊണ്ട് കർത്താവ് അവിടേക്ക് വന്നു എന്നും ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. What was the reason of Lord traveling and crossing the border? കർത്താവ് എന്തുകൊണ്ട് ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് ഈ ജാതീയ സ്ഥലത്തേക്ക് വന്നു? You remember, Lord will never make a movement without any purpose. കർത്താവ് ഒരു സ്ത്രീയെ ഒരിക്കലും Lord will not make any movement without any purpose. കർത്താവ് ഒരു ഉദ്ദേശമില്ലാതെ ഒരു ചലനവും നടത്തുകയില്ല. He will never make any movement. ഒരു കാര്യവും കർത്താവ് ചെയ്യത്തില്ല. We feel that Lord crossed the border without any purpose. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും കർത്താവ് അതിർത്തി കടന്ന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാതെയാണെന്ന്. Especially when we read from Mark, we may feel Lord has come for vacation. മർക്കോസ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും കർത്താവ് ഒരു അവധിക്കാലം ചെലവിടാൻ വന്നതാണെന്ന്. But you know what? നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? Once he heals the daughter of this woman, he travels back to Galilee. എന്നാൽ കർത്താവ് ഈ ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ സൗഖ്യമാക്കിയ ഉടൻ തിരിച്ച് ഗലീല പ്രദേശത്ത് മടങ്ങിപ്പോയി എന്ന് നമ്മൾ കാണും. That's verse 29. നമുക്ക് 29-ാമത്തെ വാക്യം വായിക്കാം. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലിനരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. So now tell me, was there any purpose of the Lord coming to that place? ഈ സ്ഥലത്തേക്ക് കർത്താവ് വന്നതിന് പ്രത്യേക ഉദ്ദേശമല്ല ഉണ്ടായിരുന്നു എന്ന് ഇനിയും പറ. Yes, ഉണ്ടായിരുന്നു. And that too, he traveled miles and miles. It was not something where he just crossed, it's not where you just cross the Parashala. What is that border? Cross and reach the other side of the Tamil Nadu. ഇത് അല്പം അങ്ങോട്ട് നടന്ന് അതിർത്തി കടക്കുന്ന കാര്യമല്ല. കളിയിക്കാവളെ ചെന്ന് തമിഴ്നാട്ടിലേക്കൊന്ന് കടന്നേച്ച് തിരിച്ചു വരുന്ന പോലുള്ള ഒരു കാര്യമല്ല. വളരെ ദൂരം കർത്താവ് ഉള്ളിലേക്ക്. Lord is crossing almost 60-70 miles. 10-70 മൈലുകളോളം കർത്താവ് കടന്നു ചെന്നു. Just to heal
the daughter of this woman. ഈ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കാൻ വേണ്ടി മാത്രം. It seems an accident. നമുക്ക് അത് അബദ്ധത്തിന് സംഭവിച്ച, ആകസ്മികമായി സംഭവിച്ച ഒരു കാര്യമാണെന്ന് തോന്നുന്നു. But no, അല്ല, Lord has a purpose. കർത്താവിനൊരു ലക്ഷ്യമുണ്ട്. Lord does everything with a reason. കർത്താവ് ഒരു കാരണത്തോടുകൂടെ എന്തും ചെയ്യത്തുള്ളൂ. I'll show you one more example, then we'll done. ഒരു ഉദാഹരണം കൂടെ കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. Read Mark chapter 5. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് പോകാം. Mark chapter 5 verse 1. 5:1. മർക്കോസിന്റെ സുവിശേഷം 5:1. അവൻ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. Okay. We see Lord is traveling all the way throughout night on the boat through the storms and the winds and everything in chapter 4, last portion, and then he is reaching to a place called Gennesaret. കർത്താവ് വളരെയധികം ദൂരം സഞ്ചരിച്ച് 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വരുന്ന പോലെ വളരെ കലുഷിതമായ ഗലീലക്കടലൊക്കെ കടന്ന് ഇതാ ഗദരദേശത്തേക്ക് എത്തുകയാണ്. You know why? എന്തുകൊണ്ടാണ്? Just to heal one man, ഒരു മനുഷ്യനെ സൗഖ്യമാക്കാൻ. one who was having evil spirit in him. അവന് ഒരു ദുരാത്മാവ് ബാധിച്ച ഒരുവനായിരുന്നു. Luke says there were two, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 2 പേരുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. but Mark says one. മാർക്കോസ് ഒരാളെ കുറിച്ചാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. Let's concentrate on one or two, whatever. നമുക്ക് ഒരാളെ കുറിച്ചോ രണ്ടാളെ കുറിച്ചോ ചിന്തിക്കാൻ കഴിയും. But Lord is traveling all the way to just heal these people. ദൈവം കർത്താവ് ഇത്ര ദൂരം സഞ്ചരിച്ച് കഷ്ടപ്പെട്ടു വരുന്നത് ഇവരെ സൗഖ്യമാക്കാൻ വേണ്ടി മാത്രം. He jumps out of the boat, അവൻ വള്ളത്തിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. and then this man comes before the Lord. അവൻ കർത്താവിന്റെ മുന്നിലേക്ക് നടന്നു വരികയാണ്. Without any cloth, without anything, he comes and falls before the Lord because the evil spirit understands this is a son of God. അവന് വസ്ത്രമൊന്നും ധരിക്കാത്തവനായിട്ട് നഗ്നനായിട്ട് കർത്താവിന്റെ മുന്നിലേക്ക് വരികയാണ്. കാരണം അവനിലുള്ള ദുരാത്മാവിന് യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു. And Lord heals him. കർത്താവ് അവനെ സൗഖ്യമാക്കുന്നു. And then read verse 20. 20-ാമത്തെ വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5:20. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. Not before that, 19 onwards. 19-ാം വാക്യം തൊട്ട് യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചും പ്രസ്താവിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു. Next verse. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. And then immediately next verse also. യേശു വീണ്ടും പടയിൽ കയറി ഇക്കര കടന്ന് കടലിനരികെ ഇരിക്കുന്നു. Again, immediately Lord climbs on the boat and returns back. ഈ സൗഖ്യം നൽകി കഴിഞ്ഞ ഉടനെ തന്നെ കർത്താവ് വള്ളം കയറി ഇപ്പുറത്ത് വരികയാണ്. My beloved, what do you think? Is it an accident? നിങ്ങൾ ഇത് ആകസ്മികമായി എങ്ങനെയോ സംഭവിച്ചാണെന്ന് ചിന്തിക്കുന്നോ? No. അല്ല. Lord has a purpose. കർത്താവിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. Lord makes movement with a purpose. കർത്താവ് ഏത് കാര്യം ചെയ്യുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. And when he does it, it speaks volume. അവൻ അങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെ ഉറക്കെ വളരെ ധാരാളമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യവുമായിരിക്കും. And that is the journey he has traveled all the way from heaven in this world to save you and to me. അതാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ദീർഘ ദൂരം യാത്ര ചെയ്ത് എന്നെയും നിങ്ങളെയും തേടി എത്തിയത്. The God who is the creator of this entire universe, who is sustainer of this entire universe, confined himself inside the womb of Mary, becoming taking of a flesh and bone and taking birth, walking on this planet earth. അതാണ് സാക്ഷാൽ സൃഷ്ടിതാവായ സകലത്തെയും നിലനിർത്തുന്നവനായ ദൈവം മറിയയുടെ ഗർഭപാത്രത്തില് ഒരു കുഞ്ഞായിട്ട് സ്വയം ചുരുക്കി അവതരിച്ച് ഈ പ്രപഞ്ചത്തിലൂടെ നടന്നത്. So that you and me can understand his language. അത് അങ്ങനെയാണെങ്കിൽ അവന്റെ ഭാഷ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട്. So that we can understand the love of God in our own expression. നമ്മുടേതായ രീതിയിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാകത്തക്കവണ്ണം. My beloved, coming of the Lord was not an accident. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവ് ഒരു ആകസ്മിക സംഭവമായിരുന്നില്ല. He had a purpose. കർത്താവിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. So that you and me can be saved and be available for him before the Father.
ആ പിതാവിന്റെ മുന്നിൽ നമ്മളെ ഓരോരുത്തരെയും വീണ്ടും നമ്മളെ കൊണ്ടെത്തിക്കേണ്ടതിനായിട്ട്, നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കേണ്ടതിനായി. My beloved, Lord makes the movement for a reason. കർത്താവ് എല്ലായ്പ്പോഴും എന്തു ചെയ്യുന്നതും ഒരു കാരണത്തോടു കൂടിയാണ്. And that is what he does it when he was in this world. ഈ ലോകത്തിലായിരുന്നപ്പോഴും കർത്താവ് ചെയ്തത് അത് So in തന്നെയാണ്. the coming days we will try to understand more about the Lord. വരുന്ന ദിവസങ്ങളിൽ കർത്താവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് We ശ്രമിക്കാം. will try to understand what exactly he expected or he expects of a great faith from you and from me. അവന് നമ്മളെ കുറിച്ച് എന്താണ് പ്രതീക്ഷിക്കുന്നത്, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ വിലയേറിയ വിശ്വാസം എന്താണ് എന്ന് നമുക്ക് കാണാൻ ശ്രമിക്കാം. So three things we understood today. Three things we understood today. നമ്മൾ 3 കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. Background of the city, ഈ സോർ സീദോൻ പട്ടണങ്ങളുടെ പശ്ചാത്തലം, differences between belief, trust and faith, അതുപോലെ തന്നെ നിശ്ചയം, ആശ്രയം, വിശ്വാസം, ഇവ തമ്മിലുള്ള വ്യത്യാസം, background of the city, പട്ടണത്തിന്റെ പശ്ചാത്തലം, background of the woman, സ്ത്രീയുടെ പശ്ചാത്തലം, and then response of the Lord. കർത്താവിന്റെ പ്രതികരണം. Response of the Lord in the terms of traveling to that Gentile land. ആ ജാതീയ സ്ഥലങ്ങളിലേക്ക് കർത്താവ് പോയതിന്റെ ആ ഉദ്ദേശം, His love. അവന്റെ സ്നേഹം. His love is amazing. കർത്താവിന്റെ സ്നേഹം വളരെ അതിശയിപ്പിക്കുന്നതാണ്. So let's love him more. നമുക്ക് അവനെ സ്നേഹിക്കാം. Thank you.